പ്രിയ കുട്ടികളെ, നമ്മളിന്ന് +1 ഡിപ്രീസിയേഷൻ എന്ന ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡാണ്. അതിൽ അഡീഷണൽ പർച്ചേസും അതുപോലെ തന്നെ സെയിൽസും വരുന്നതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതായത് ഒരു ലിമിറ്റഡ് കമ്പനി പർച്ചേസ്ഡ് 1 ജാനുവരി 2013 ഒരു മെഷീനറി പർച്ചേസ് ചെയ്യാണ് ₹1 lakh. ഇത് അവര് ഫിറ്റ് ചെയ്യുന്നതിന് ആൻഡ് സ്പെൻഡ് ₹50,000 ഫോർ ഇറ്റ്സ് എറക്ഷൻ ചാർജസ്. 50,000 ആണ് കേട്ടോ. ഫോർ ഇറ്റ്സ് എറക്ഷൻ 5,000 ആണ്. ഫോർ ഇറ്റ്സ് എറക്ഷൻ ചാർജസ്. ഇത് PK ലാസറുടെ എക്സസൈസില് PK ലാസറുടെ ടെക്സ്റ്റിലൊരു എക്സസൈസിൽ എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 5,000 എറക്ഷൻ ചാർജസ് അതിന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു 17, അതായത് 1 ജൂലൈ 2013 എന്ന് പറഞ്ഞാൽ സെയിം ഇയറിൽ ഒരു അഡീഷണൽ മെഷീനറി അവർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിന് എമൗണ്ട് നമുക്ക് തന്നേക്കണ ₹50,000 ആണ്. അപ്പോൾ സെയിം ഇയറിൽ 2013 ജാനുവരിയിൽ ഒരു മെഷീനറി അവർ വാങ്ങിച്ചു. അതിന് എറക്ഷൻ ചാർജസ് വന്നു. അത് അതിന്റെ ഒറിജിനൽ കോസ്റ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജൂലൈ 1 അവരൊരു മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ₹15,000. ഇനി നമ്മളോട് പറയാണ്, അതായത് ദ മെഷീനറി പർച്ചേസ്ഡ് 1 ജാനുവരി 2013 ബിക്കം ഒബ്സലറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം മേടിച്ച, അതായത് 2013 ജനുവരിയിൽ മേടിച്ച മെഷീനറിക്ക് ഒബ്സോളറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒബ്സോളറ്റ് എന്ന് വെച്ചാൽ എന്താ? ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ പഴയ അസറ്റിന്റെ വാല്യൂ കുറയും. പുതിയത് വാങ്ങിക്കാനേ നമ്മൾ താല്പര്യം കാണിക്കുള്ളൂ. ഇപ്പൊ നമ്മളൊരു പുതിയ എന്തെങ്കിലും അസറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മൊബൈൽ തന്നെ, പഴയ മൊബൈൽ മാറി നമ്മൾ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് തരുമ്പോൾ നമ്മൾ പുതിയതേ വാങ്ങിക്കുള്ളൂ. അപ്പൊ അതുപോലെ ഇവിടെ മെഷീനറിയും ഒബ്സോളറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ടെക്നോളജി മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ മെഷീനറിയുടെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ അവരെന്ത് ചെയ്തു? ആ 2013 മേടിച്ച മെഷീനറി അവർ സെയിൽ ചെയ്യാണ്. അത് വിൽക്കുന്നത് 2013 മേടിച്ച മെഷീനറി വിൽക്കുന്നത് എന്താ നോക്കി, ഡേറ്റില് നമുക്ക് തന്നേക്കണത് ₹70,000 സെയിൽ ചെയ്തേക്കണത്. വിറ്റിരിക്കുന്നത് 1 ജാനുവരി 2015 ആണ് കേട്ടോ. ഇതാണ് വിൽക്കുന്ന ഡേറ്റ്. അതായത് 2015 ജാനുവരിയിലാണ് വിറ്റിരിക്കുന്നത്. 2 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് സെയിൽ ചെയ്തേക്കണത്. ഇനി നമ്മളോട് അവർ പറയാണ്, ആൻഡ് സെയിം ഡേറ്റ് ന്യൂ മെഷീനറി പർച്ചേസ്ഡ് അറ്റ് കോസ്റ്റ് ₹25,000. അന്ന് ഈ പഴയ മെഷീനറി വിറ്റപ്പോ അവരെന്ത് ചെയ്തു? അന്ന് പുതിയ ടെക്നോളജി ഉള്ളൊരു മെഷീനറി അവർ പർച്ചേസ് ചെയ്യാണ്. ₹70,000 മെഷീനറി പർച്ചേസ് ചെയ്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷൻ റേറ്റ് 10% ആണ്. ഒറിജിനൽ കോസ്റ്റിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞേക്കണത്. ഒറിജിനൽ കോസ്റ്റ് മീൻസ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2016 വരെയുള്ള മെഷീനറി അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് 2016 വരെയുള്ള മെഷീനറി അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മെഷീനറി അക്കൗണ്ട് വരച്ചിട്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പർച്ചേസ് ചെയ്തിരിക്കുന്ന മെഷീനറിയുടെ വാല്യൂ നമ്മൾ കൊടുക്കണം. 1 lakh ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ₹1 lakh എഴുതാം. ഉടനെ അതിന്റെ എറക്ഷൻ ചാർജസും എഴുതണം കേട്ടോ. ഈ എറക്ഷൻ ചാർജസ് എന്ന് പറഞ്ഞാലേ നമ്മളൊരു അസറ്റ് മേടിച്ച അതിൽ നിന്ന് നമുക്ക് ഇൻകം ഏൺ ചെയ്യുന്നത് വരെ നമ്മൾ അതിലേക്ക് എന്തൊക്കെ ഇൻകർ ചെയ്താലും അതെല്ലാം അതിന്റെ ഒറിജിനൽ കോസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവൂ. അപ്പൊ ഇവിടെ എറക്ഷൻ നടത്താൻ വേണ്ടി, അത് അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന എക്സ്പെൻസ് ആണ്. അത് അതിന്റെ ഒറിജിനൽ കോസ്റ്റ് ആണ്. അപ്പൊ അതും നമ്മൾ ഇവിടെ അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ₹5,000 ആണ്. അപ്പൊ ഇത് നമ്മൾ എഴുതാം. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എപ്പോഴും 1 വർഷം ഉപയോഗിച്ചതിന് ശേഷമാണ്. അപ്പൊ ക്ലോസിംഗ് ഡേറ്റ് 31 ഡിസംബർ ആണ്. ഇവിടെ ആ വർഷം അവര് വേറൊരു അഡീഷണൽ മെഷീനറി കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതായത് ജൂലൈ 1 ഒരു അഡീഷണൽ മെഷീനറി അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതണം. അത് ₹50,000 ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ നോക്കി. ആദ്യം നമ്മൾ 1 ജാനുവരിയിൽ പർച്ചേസ് ചെയ്ത മെഷീനറിയുടെ കോസ്റ്റ് 1 lakh എഴുതി. വീണ്ടും നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞൊരു 5,000 എഴുതി. ഇത് എറക്ഷൻ ചാർജസ് ആണ് കേട്ടോ. എറക്ഷൻ ചാർജസ് ഒറിജിനൽ കോസ്റ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി വീണ്ടും അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തതാണ് നമ്മൾ 1 ജൂലൈ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്
10% പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മെഷീനറിയുടെ വാല്യൂ 1,05,000 ആണ് വരുന്നത് കേട്ടോ. 1 lakhന്റെ കൂടെ നമ്മൾ ആ എറക്ഷൻ ചാർജസും കൂടി ആഡ് ചെയ്യണം. ഇതിന്റെ 10% ആണ് നമുക്ക് ഡിപ്രീസിയേഷൻ വരുന്നത്. ഈ 10% പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ഡിജിറ്റ് ഇതിൽ നിന്ന് മാറ്റിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10,500 ഫസ്റ്റ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കിട്ടി. ഇനി സെക്കൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തേക്കുന്നത് ജൂലൈ ആണ്. അപ്പൊ ജൂലൈ എന്ന് പറയുമ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസമാണ് രണ്ടാമത്തെ മെഷീനറി അവർ ആ വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 6 മാസത്തേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാവൂ. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ വരുന്ന തേയ്മാനമാണ്. അപ്പൊ 6 മാസമാണ് അവരത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മള് 6 മാസത്തേക്ക് വേണം അതിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതുമ്പോൾ 6/12 എന്നും കൂടി എഴുതാൻ മറക്കരുത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2,500 കിട്ടും. 2,500. അപ്പൊ 2 മെഷീനറിയുടെയും കൂടി ഡിപ്രീസിയേഷൻ നമ്മൾ ഇവിടെ ബ്രാക്കറ്റിൽ ഇങ്ങനെ പ്ലസ് ചെയ്തിട്ട് നമുക്ക് ഇവിടേക്ക് എഴുതാം. അതായത് 10,500 ആദ്യത്തെ മെഷീനറിയുടെ, 2,500 സെക്കൻഡ് മെഷീനറിയുടെ. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? 13,000, 13,000 രൂപയാണ് നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ വന്ന ഡിപ്രീസിയേഷൻ 13,000. നമ്മൾ ഒരേ ലെവലിൽ വരച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. ഇവിടെ നമുക്ക് 1,55,000 ടോട്ടല് കിട്ടും. ആ എമൗണ്ട് നമ്മൾ ഇവിടേക്ക് എഴുതാം. 1,55,000 നമ്മൾ ഇവിടേക്ക് എഴുതാം. ഇനി ഈ 1,55,000 നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യണം. അതായത് 13,000 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് 1,42,000 ആണ് ബാലൻസ് കിട്ടുന്നത്. അത് നമ്മൾ ഇവിടെ എഴുതാം. ബാലൻസ് ക്യാരി ഡൗൺ. ഈ ഡിപ്രീസിയേഷനും ബാലൻസ് ഒക്കെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ 1,42,000 എഴുതി. അപ്പൊ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തു, ബാലൻസ് കണ്ടുപിടിച്ചു. ഇനി ഈ ബാലൻസ് നമ്മൾ സെക്കൻഡ് ഇയറിൽ ബ്രോ ഡൗൺ ചെയ്യാണ്. 1/1/2014 ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാലൻസ് നമ്മൾ ഇങ്ങോട്ട് എഴുതും. 1,42,000. ഇനി ആ വർഷം പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ മതി. 2014 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമുക്ക് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴും ഓപ്പണിംഗ് ഡേറ്റ് ആവണമെന്നില്ല. ഇടയ്ക്ക് വച്ചൊക്കെ വാങ്ങിക്കും. അപ്പൊ നമ്മള് സെക്കൻഡ് ഇയറിൽ വന്നപ്പോ ഫസ്റ്റ് മെഷീനറിയുടെ എന്ത് വന്നു? അതായത് 10,500 പ്ലസ് സെക്കൻഡ് മെഷീനറിയുടെ 5,000 ആണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ 2,500 എഴുതിയുള്ളൂ. കാരണം അത് 6 മാസമാണ് ആ വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ അത് ആരംഭത്തിൽ ആ മെഷീനറി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫുൾ ഇയറിലേക്ക് നമ്മൾ അതിന് ഡിപ്രീസിയേഷൻ കാണും. അപ്പൊ ഈ 10,500 5,000 അപ്പൊ എത്ര കിട്ടും? 10,500 ആണ് ആദ്യത്തേതിന്റെ ഡിപ്രീസിയേഷൻ. രണ്ടാമത്തതിന്റെ 5,000 വന്നു. അപ്പൊ നമുക്ക് ഡിപ്രീസിയേഷൻ നമുക്ക് 15,500 കിട്ടും. മനസ്സിലായില്ലോ അല്ലേ? ഫസ്റ്റ് മെഷീനറിയുടെ 10,000 കൂടെ സെക്കൻഡ് മെഷീനറിയുടെ 5,000 നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എങ്ങനെ വരും? 15,500 വരും. ഇനി നമ്മൾ സെക്കൻഡ് ഇയറിലെ ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ 1,42,000 ഇവിടെ നമ്മൾ 1,42,000 എഴുതും. ഇനി നമ്മൾ ഈ 1,42,000 ഈ 15,500 ആണ് ആ വർഷം കിട്ടിയ ഡിപ്രീസിയേഷൻ. അപ്പൊ നമുക്ക് 1,26,500 എന്ന് ബാലൻസ് കിട്ടും. ബാലൻസിന്റെ ഡേറ്റും ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ നമുക്ക് 2 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ അസറ്റിന് നമുക്ക് 1,26,500 കിട്ടി. ഇനി നമുക്ക് 2016 വരെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2016 വരെ നമ്മൾ ചെയ്യുമ്പോ
ഞാൻ ഇങ്ങോട്ട് ബാക്കി വരയ്ക്കാണ്. അപ്പൊ നമുക്കിവിടെ 1/1/2015 നമ്മൾ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. ഈ വർഷമാണ് സെയിൽ ചെയ്തേക്കണത്. ഈ വർഷം ബാലൻസ് വന്നിരിക്കുന്നത് 1,26,500 രൂപ. ഇതാണ് ബാലൻസ് ബി ഡി കേട്ടോ. ഇത് ബാലൻസ് ബി ഡി ആണ്. ബാലൻസ് ബി ഡി 1,26,500 ആണ്. ഇനി നമുക്ക് ആ വർഷം അഡീഷണൽ പർച്ചേസ് ഉണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ആ വർഷം വിറ്റിരിക്കുന്നതും ആ വർഷമാണ് വിറ്റേക്കണത്. അവിടെ ഒരു ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡീഷണൽ മെഷീനറി പുതിയത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഞാനിപ്പോ ആദ്യം അങ്ങോട്ട് എഴുതാണ് 25,000. കാരണം അപ്പുറത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ 2015 ബാലൻസ് എഴുതി, അതുപോലെ തന്നെ പുതിയ മെഷീനറി പർച്ചേസ് ചെയ്തത് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇവിടെ ഡിപ്രീസിയേഷൻ എഴുതാം. ഇവിടെയാണ് കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്നത്, ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാകും. 2015 ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ മെഷീനറി 2013 നമ്മൾ വാങ്ങിച്ച മെഷീനറി വിറ്റു. ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ വെച്ചാൽ വിറ്റിരിക്കുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ചില ക്വസ്റ്റ്യനിലെ മക്കൾക്ക് വിൽക്കുന്നത് ഇടയ്ക്ക് വെച്ചായിരിക്കും തരുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്നാണോ അത് സെയിൽ ചെയ്തത് അത്രയും നാളത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. ഇതിലിപ്പോ ഇടയ്ക്ക് വെച്ച് വിറ്റിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വിറ്റ മെഷീനറിയുടെ കംപ്ലീറ്റ് ഡിപ്രീസിയേഷൻ നമ്മൾ 2 വർഷമായിട്ട് എഴുതി. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് രണ്ടാമത് വാങ്ങിച്ച മെഷീനറി, ഈ 50,000 രൂപയുടെ മെഷീനറി വിറ്റിട്ടില്ല, അതിന്റെ ഡിപ്രീസിയേഷൻ 5,000 പ്ലസ് ഇവിടെ നമ്മള് വീണ്ടും ഒരു മെഷീനറി മേടിച്ചു 25,000-ന്. അപ്പൊ അതിന്റെ 10% 2,500. അപ്പൊ അങ്ങനെ ഡിപ്രീസിയേഷൻ ആദ്യം അങ്ങോട്ട് എഴുതാം. 7,500 ആണ് ഡിപ്രീസിയേഷൻ. ഈ 7,500 മനസ്സിലായില്ലല്ലേ? അതായത് 2013 രണ്ടാമത് മേടിച്ച മെഷീനറിയുടെ 5,000, ഇപ്പൊ മേടിച്ചിരിക്കുന്ന മെഷീനറി 25,000-ന്റെ 2,500. ഇനി ഈ വർഷം വിറ്റ് കിട്ടിയത് മക്കൾ മറക്കാതെ ഇവിടെ എഴുതണം. ക്യാഷ് എന്ന് പറഞ്ഞ് 70,000 രൂപയ്ക്കാണ് മെഷീനറി വിറ്റേക്കണേ. കണ്ടോ, വിറ്റിരിക്കുന്നത് 70,000 റുപ്പീസിനാണ്. ഏത് മെഷീനറിയാണ് വിറ്റിരിക്കുന്നേ? ഈ മെഷീനറി. അതായത് ഈ 1,05,000 രൂപയുടെ ഈ മെഷീനറിയാണ് അവരെ വിറ്റിരിക്കുന്നത്. അത് വിറ്റിരിക്കുന്നത് 2 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു അസറ്റ് വിൽക്കുന്ന കേസിൽ നമ്മൾ നോക്കണം പ്രോഫിറ്റിലാണോ ലോസിലാണോ വിറ്റിരിക്കുന്നതെന്ന്. അതായത് 1,05,000 രൂപയ്ക്ക് വാങ്ങിച്ച മെഷീനറി 70,000 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞേക്കണേ. ഇങ്ങനെ പറയുമ്പോൾ ഉടനെ കുട്ടികൾ എഴുതും ഈ 1,05,000 70,000 തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് അങ്ങോട്ട് എഴുതും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ ഉപയോഗിച്ച പീരീഡില് അതിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അത് ആ തേയ്മാനം സംഭവിച്ച എമൗണ്ട് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കാനായിട്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതായത് ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനറിക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ എങ്ങനെ ചാർജ് ചെയ്തു എന്ന് നോക്കാം. അതായത് 1,05,000 രൂപയുടെ മെഷീനറി, എറക്ഷൻ ചാർജസ് കൂടി കൂട്ടിയിട്ടാണ് കോസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ അതിന് 10,500 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. അപ്പൊ നമ്മള് 10,500 കഴിഞ്ഞ് ഇതാണ് വാല്യൂ. 1 വർഷം കഴിയുമ്പോഴേ ആ മെഷീനറി 1 വർഷം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ 94,500 ആണ്. വീണ്ടും സെക്കൻഡ് ഇയറിലും ഡിപ്രീസിയേഷൻ 10,500 ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയറിലും അവർ ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ മെഷീനറിക്ക് 84,000 വാല്യൂ ഉള്ളൂ. 84,000 രൂപയാണ് ഇപ്പൊ മെഷീനറിയുടെ വാല്യൂ. 2 കൊല്ലം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആ മെഷീനറി വിറ്റാൽ നമുക്ക് 84,000 റുപ്പീസ് കിട്ടിയ ലാഭമില്ല നഷ്ടമില്ല. പക്ഷെ കിട്ടിയിരിക്കുന്നതോ നമ്മൾ പറഞ്ഞു ഒബ്സോളറ്റുകാരനെ വിറ്റേക്കണേ അല്ലേ? ടെക്നോളജി മാറിയതുകൊണ്ടാണ് അവര് അത് വിൽക്കാൻ പോയത്. അപ്പൊ വലിയ ഒരുപാട് ആൾക്കാരൊന്നും അത് മേടിക്കാൻ താല്പര്യം കാണിക്കില്ല. അവര് പുതിയതല്ലേ വാങ്ങിക്കുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യേണ്ട വന്നു?
ഇവർക്ക് വിറ്റപ്പോൾ 70,000 കിട്ടിയുള്ളൂ. 84,000 കിട്ടിയാലേ അവർക്ക് ലാഭവും നഷ്ടമില്ലാത്ത സ്റ്റേജ് ആകുന്നേ. പക്ഷേ ഇവർ സെയിൽ ചെയ്തപ്പോൾ അവർക്ക് 70,000 കിട്ടിയുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് അവർ സെയിൽ ചെയ്ത പ്രൈസ്. ഇതാണ് ഇപ്പോഴത്തെ വാല്യൂ. അതായത് വിൽക്കുന്ന സമയത്ത് മെഷീനറിയുടെ വാല്യൂ 84,000 ആണ്. അവർക്ക് കിട്ടിയിരിക്കുന്നത് 70,000 ആണ്. അപ്പൊ അവർക്ക് ലോസ് ആണ് അവിടെ വന്നേക്കണത്. അതായത് 14,000 രൂപ ലോസിന് അവർക്ക് ആ മെഷീനറി വിൽക്കേണ്ട വന്നു. അപ്പൊ ഓർത്ത് വെക്കാം, ലോസ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ നമ്മളെ ലോസ് ആണ്. തേയ്മാനം സംഭവിക്കാന്ന് പറഞ്ഞാൽ ലോസ് ആണല്ലോ, നമ്മളത് റൈറ്റ് സൈഡിലല്ലേ എഴുതുന്നേ. അതുപോലെ ലോസ് വന്ന ഡിപ്രീസിയേഷന്റെ സൈഡിലാണ് എഴുതുന്നത് കേട്ടോ. അതും കുട്ടികൾ എപ്പോഴും തെറ്റിക്കാറുണ്ട്. ഓർത്ത് വെക്കാം, ലോസ് വന്ന നമ്മൾ ഡിപ്രീസിയേഷന്റെ സൈഡില് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 14,000 റുപ്പീസ് നമ്മൾ ഇവിടെ എഴുതണം. ക്ലിയർ ആയില്ലോ അല്ലേ? അപ്പൊ ലോസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച, പ്രോഫിറ്റോ ലോസോ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ആ വിൽക്കുന്ന ഡേറ്റ് വരെയുള്ള ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. അത് മൈനസ് ചെയ്തിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തു അതുവരെയുള്ളത്. അത് മൈനസ് ചെയ്തിട്ട് നമ്മൾ നോക്കി അവർ വിറ്റേക്കണ വാല്യൂ ആണോ ഇപ്പോഴത്തെ അതിന്റെ വാല്യൂ ആണോ കൂടുതൽ നോക്കി. അപ്പൊ വിറ്റിരിക്കുന്ന വാല്യൂ 70,000 ഉള്ളൂ. അപ്പൊ അത് ലോസ് ആണ്. 84,000 ആണ് ഇപ്പോഴത്തെ വാല്യൂ. അപ്പൊ നമ്മൾ ലോസ് നമ്മൾ ഇവിടെ എഴുതി. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ വർഷം എന്തൊക്കെ എഴുതി നോക്കി? സെയിൽ ചെയ്യുന്ന വർഷം നമ്മൾ വിൽക്കാതെ ബാക്കിയുള്ള മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ എഴുതി എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന രണ്ടാമത് പർച്ചേസ് ചെയ്ത മെഷീനറിയുടെ ഡിപ്രീസിയേഷനും ഇപ്പൊ ഈ വിൽക്കുന്ന ഡേറ്റിൽ അവരൊരു മെഷീനറി പുതിയത് മേടിച്ചു 25,000 രൂപയ്ക്ക്, അതിന്റെ ഡിപ്രീസിയേഷൻ, അതും ഓപ്പണിംഗ് ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഇയറിലേക്ക് എടുക്കാം. അപ്പൊ അതിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ ഇവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് വിറ്റ് കിട്ടുന്നത് എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതണം. കാരണം വാങ്ങിക്കുമ്പോ നമ്മൾ 2 ക്യാഷ് എന്നല്ലേ കൊടുക്കുന്നേ. അപ്പോ സെയിൽ ചെയ്യുമ്പോ ബൈ ക്യാഷ് എന്നാണ് എഴുതണ്ടേ കേട്ടോ. പിന്നെ ലോസ്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഇത് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. മെഷീനറി വിറ്റപ്പോ വന്ന നഷ്ടമാണ്. അത് നമ്മൾ ഈ സൈഡിൽ എഴുതി. ഇനി നമ്മളത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കിയേ. ഈ 1,26,500, പിന്നെ നമുക്ക് ഈ സൈഡിൽ ഒരു 25,000 ആണ് വന്നേക്കണത്. അപ്പൊ നമ്മളത് പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ 1,51,500 എന്ന് നമുക്ക് കിട്ടും. ഈ സൈഡ് ടോട്ടല് ഇവിടെ നമുക്ക് 84,000, 14,000, പിന്നെ ഒരു 70,000, പിന്നെ ഒരു 7,500. ഇത്രയാണ് ഡെബിറ്റ് സൈഡിൽ നമുക്ക് വരുന്നത്. ഇത് നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 5, 4, 11, 9 ഇത്രയും വരും. 91,500 വരും. അത് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 60,000 ബാലൻസ് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇവിടെ എഴുതണം. ഞാൻ വരച്ചു കഴിഞ്ഞപ്പോൾ ഇത് കാര്യം ചെയ്യും, കുറച്ച് ഇറക്കിയിട്ട് വരയ്ക്കാണ്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ആ 60,000 നമ്മൾ ഇവിടെ എഴുതണം. ഇതിന്റെയൊക്കെ ഡേറ്റ് ഓർത്ത് വെക്കാൻ ക്ലോസിംഗ് ഡേറ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഒരേ ലെവലിൽ വരണം. 1,51,500. ഇനി നമ്മളുടെ 2016 ഡിസംബർ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1/1/16 2016 നമ്മള് ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ട് ഈ 60,000 നമ്മൾ ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യും. ഇനി ആ വർഷം 31/12/2016 ഡിപ്രീസിയേഷൻ എഴുതുമ്പോൾ ഏതാ വരുന്നേ? ഇത് ആദ്യത്തെ രണ്ടാമത്തെ മെഷീനറിയുടെ 5,000 സെക്കൻഡ് മെഷീനറിയുടെ 2,500. അപ്പൊ നമുക്ക് 7,500. ഇനി നമ്മൾ അത് ബാലൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് $60,000 minus 7,500.
ബാലൻസ് നമുക്ക് 52,500 എന്ന് കിട്ടും. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ ഇങ്ങനെ കിട്ടും. അത് നമ്മൾ 1/1/2017 ബ്രോ ഡൗൺ ആയിട്ട് നമ്മൾ കാണിക്കണം. 52,500 ഇങ്ങനെ വരും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത കണക്കിൽ ഒരു അഡീഷണൽ പർച്ചേസും വന്നു, സെയിലും വന്നു. അപ്പം ഇത് ഓപ്പണിംഗ് ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്രയും കൺഫ്യൂഷൻ ഉണ്ടായില്ല. ഇടയ്ക്ക് വെച്ചാണ് സെയിൽ ചെയ്യണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? അത്രയും നാളത്തെ ഡിപ്രീസിയേഷന് കൂടി ഇവിടെ നമ്മൾ കൊടുക്കേണ്ട വരും കേട്ടോ. ഈ ഡിപ്രീസിയേഷന്റെ കൂടെ ഒരു 3 മാസമൊക്കെ കൂടി കഴിഞ്ഞിട്ടാണ് ഈ വർഷം വിറ്റെങ്കിൽ ആ 3 മാസത്തെ ഡിപ്രീസിയേഷനും കൂടി നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ട വരും. എന്നിട്ട് നമ്മളപ്പോ പ്രോഫിറ്റ് കാണുമ്പോൾ എന്ത് ചെയ്യേണ്ട വരും? ആ പ്രോഫിറ്റും കൂടി ആ ഡിപ്രീസിയേഷനും കൂടി മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഡിപ്രീസിയേഷൻ എന്നൊരു പ്രോബ്ലം. ഇനി നമുക്ക് ഇതിന്റെ മറ്റേ മെത്തേഡ്, ഡിമിനിഷിംഗ് മെത്തേഡിൽ ഒരു കണക്കും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ കമന്റ് ചെയ്യാം, ഫ്രണ്ട്സിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ.